Yes, Lakshmi, good afternoon. Okay, let us start. Let us start. Okay, Nidumol, good afternoon. Sajana, let us start. Anjali, good afternoon. Okay, Srikuti. Anju, Aravinda, good afternoon. Okay, let us start. Then we agree the yes or no. Yeah, okay. Okay, Sulashmi. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വീണ്ടും വരാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് മുതൽ പാസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇഫ് ക്ലോസ്. യെസ്, ആ ഇഫ് ക്ലോസിൽ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, പിന്നീട് മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മൾ സൂചിപ്പിച്ചു മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് ഷുഡ് വെച്ചിട്ടുള്ള കണ്ടീഷണൽ ഫോമിലേക്ക് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പഠിക്കുകയാണെങ്കിൽ പാസ്സാവും, പഠിച്ചെങ്കിൽ പാസ്സായത്. ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നേ. പത്തിലോട്ട് ആ ഒരു സമയത്ത് നമ്മൾ പറയും പഠിച്ച പാസ്സാവും. 10 റിസൾട്ട് വന്ന് തോറ്റു കഴിയുമ്പോൾ നമ്മൾ പറയും പഠിച്ചെങ്കിൽ പാസ്സായേനെ. വീണ്ടും കുറെ നാൾക്ക് ശേഷം പറയും എന്ന് പറയും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. യെസ്, അപ്പൊ അതാണ് നമ്മൾ അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത്. യെസ്, അപ്പൊ ഇവിടെ ഞാനൊരു വാചകം പറയാം, അതൊന്ന് നോട്ട് ചെയ്തോളൂ. യെസ്, if you had had worked, WORKED, if you
had worked, comma, dash. If you had worked, W-O-R-K-E-D, worked, comma, dash. Yes. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, കോമ, ഡാഷ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യണത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് എന്തായി അതിന്റെ ടെൻസ് എന്ന് പറയാൻ ആർക്കെങ്കിലും? ഏത് ടെൻസ് ഫോമിലായാലും ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏത് ടെൻസായി? എനിബഡി? യെസ്. സിമ്പിൾ പാസ്റ്റ് അല്ല ശ്രീകുട്ടി, ഒന്നുകൂടി നോക്കി. സിമ്പിൾ പാസ്റ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ കാവ്യ, കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതെ, വാട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രം കണ്ടിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് തൊട്ട് മുന്നിൽ ഒരു ഹാഡ് കിടപ്പുണ്ട്. ഹാഡ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ നോക്കി, ഇഫ് യു ഹാഡ് വർക്ക്ഡ്, ഹാഡ് യു വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർക്ക്ഡ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ്. യെസ്. അപ്പൊ അങ്ങനെ ഇത് സിമ്പിൾ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ തൊട്ടപ്പുറത്ത് വരേണ്ടത്, മെയിൻ ക്ലോസ് ആയിട്ട് വരേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് വന്നാൽ പോലെ ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ആയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം. അപ്പൊ കണ്ടീഷണൽ ഫോം എന്താണെന്ന് നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പൊ വിൽ അല്ലെങ്കിൽ ഷാലിന് പകരം എന്ത് വേണം? ഷുഡോ വുഡോ അങ്ങനെ ആവുന്ന മാത്രം. വുഡോ ആവോ. അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ എഴുതാൻ പറ്റും, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു would have passed. PSSD. അപ്പോ ഇവിടെ വേണ്ടത്, മെയിൻ ക്ലോസിൽ വേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ആ വിൽ അല്ലെങ്കിൽ ഷാലിന് പകരം വുഡോ ഷുഡോ കുഡോ മൈറ്റോ ഉപയോഗിക്കും. യെസ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ല. അപ്പൊ ഇതൊരു ക്യാപ്ഷൻ പോലെ ഓർത്തിരിക്കാൻ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. യു വുഡ് ഹാവ് പാസ്. യെസ്. അടുത്തിരിക്കുള്ളൂ. ഇഫ് you had come to my home, comma, dash. Okay, sentence idana. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ബാക്കി ഒന്ന് പൂരിപ്പിച്ചോ. അപ്പൊ അപ്പുറത്ത് എന്ത് വേണം? വുഡ്, കുഡ്, ഷുഡ് അത് വേണം, പിന്നെ ഹാവ് വേണം, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. യെസ്, പൂരിപ്പിച്ചു. സജന, ഹാവ് വിട്ടുപോയി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കിയില്ല.
അപ്പൊ നമ്മുടെ രേഷ്മി ഫൺ എന്ന് മാത്രമുള്ളത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. അപ്പൊ ആ ഫണ്ടിന് തൊട്ട് മുമ്പ് ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി ചേർത്ത് ചെയ്താൽ പറ്റും. നോക്കി, you would have made. Okay, അഞ്ചു കറക്റ്റ്. You should have eaten. ഓക്കെ, കവിയുടെ വാചകം. We would have spent time. Attended, ATTENDED. Have കഴിഞ്ഞ വെർബിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാം. Attended, ATTENDED. Okay. Would, should, could, might, have, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള കാര്യം പറഞ്ഞു തരും. You would have found me. Yes, correct ആണ് കാവ്യ. You would have found me. Find എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് found. Find, found, found. Correct ആണ്. യെസ്, അടുത്ത വാചകം ഞാൻ പറയാം, എഴുതിക്കോളൂ. If you had met him, met him, comma, dash. Yes, if you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. If you had met him, പൂരിപ്പിച്ചോളൂ, കോമ, ഡാഷ്. Okay, I'm sure it's correct. You should have surprise. Okay, Sharon, correct. You would have liked it. Correct. Okay, Sanjana, correct. You should have spent more time together. Okay, Kavya, you would have asked him for advice. Correct. Okay, Archana, you correct. You would have liked him. Correct. Basically, you would have got a gift. Someone and it. യെസ്, അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഗിവൺ സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ
മെയിൻ ക്ലോസില് വുഡ് ഹാവ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷൻ പോകും. ഇനി ഞാനിതൊന്ന് മാറ്റി പറയുകയാണ്. ആദ്യം ഒരു ഡാഷ്, നീണ്ട ഡാഷ്, ഡാഷ് കോമ, ഡാഷ് കഴിഞ്ഞിട്ട് കോമ, എസ് എഴുതിക്കോ. I would have met him. I would have met him. അപ്പൊ ഇവിടുത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷൻ ഫോം തന്നിട്ടുണ്ട്. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് ഉള്ളതെന്ന് ഫിൽ ചെയ്യണം. ഇവിടെ വുഡ് ഹാവ് ഉള്ളതിന്റെ പേരില് അപ്പുറത്ത് എന്ത് വേണം? ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. യെസ്, I would have met him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായേനെ. യെസ്. ഹാഡ് വേണം, കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ചെറിയൊരു കറക്ഷൻ വേണം അഞ്ചു. ആ ഗെറ്റ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോട്ട്. അപ്പൊ കറക്റ്റ്. ഓക്കെ ഓക്കെ, ഗെറ്റ് പ്രസന്റ് ടെൻസ് ആണ്. യെസ്, ഓക്കെ സജന, കറക്റ്റ് ആണ്. ഇഫ് വി ഹാഡ് സ്പെൻഡ്. ഓക്കെ ബിൻസി, ഞാൻ മനസ്സിൽ വിചാരിച്ചു വാചകം ഇഫ് ഐ ഹാഡ് ഗോൺ there. ഓക്കെ കാവ്യ, ഇഫ് ഐ ഹാഡ് ഗോൺ ടു പാർട്ടി. യെസ്, ഇനി ആരെങ്കിലും? ഓക്കെ, അപ്പൊ അടുത്ത വേറൊന്നും പറയാം, എനിക്കുള്ളൂ. ഡാഷ് കോമ, you would have reached there, REACHED, reached there, early, EARLY, you would have reached there early, നിങ്ങൾ അവിടെ നേരത്തെ എത്തിയേനെ. യെസ്, ഒരുമിച്ചുള്ളൂ. ഓക്കെ ബിൻസി, അതിന് പാസ്റ്റ് പെർഫെക്റ്റ് ആയില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി ചേർത്ത്. അപ്പൊ അവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ഗോട്ട് ചേർക്കാൻ കറക്റ്റ് ആയി. മനസ്സിലായോ? അത് അല്ലെങ്കിൽ നമുക്ക് വുഡ് ഹാവ് വരില്ല, വെറുതെ വുഡ് മാത്രം വരുള്ളൂ അതിനകത്ത് ഇപ്പുറത്ത്. കാരണം അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഹാസ് ഹാവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ആ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി വരുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. Yes, it should be correct. If you had got ready.
Okay. Wake up എന്നുള്ള walk up എന്നായിക്കോളൂ. Yes. Yes. Yes, ഒന്നുകൂടി പറയാം. If you had taken books, BOOKS. If you had taken books, comma, dash. If you had taken books, നീ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, okay, Srilakshmi, you could have read. Read അല്ല, read ആണ്. സ്പെല്ലിംഗ് അത് തന്നെയാണ്, കറക്റ്റ് ആണ്. Yes, Kavya, correct. You would have learned a lot. Informed. INFOR meaning you should have informed. Past participle. Okay. Binsi. Okay, Satina. Hello, Archana, red. RED red is the read present tense. And a person's red is spelling RED in the name. Pronounce red in the paragraph. Yes. Yes. Okay, need the word. Yes. Here go about the close area. About the it might be the people caption if you work, you will pass. If you worked, you would pass. If you had worked, you would have passed. And a caption if you work, you will pass. The padiki and pass out. Possibility. സാധ്യതയിൽ കാരണം 9th സ്റ്റാൻഡേർഡിൽ നിന്ന് 10th സ്റ്റാൻഡേർഡിലോട്ട് ജയിച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇഫ് യു വർക്ക് യു വിൽ പാസ്. നീ ശ്രമിച്ചാൽ പണിയെടുക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അപ്പോ ഒരു പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. ഇനി പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണ് നീ പഠിച്ചെങ്കിൽ പാസ്സായില്ല. അപ്പൊ അവിടെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്, നടക്കാൻ സാധ്യതയുള്ള കാര്യമില്ല. അതുകൊണ്ട് അതിനെ പറയുന്ന കാരണം ഒരു റിയൽ അല്ലത്, വെറുതെ ഇങ്ങനെ പറയാതെ ഉള്ളൂ. അപ്പൊ ഒരു അൺറിയൽ ആണത്, അൺറിയൽ. ഇനി ഹാഡ് വെച്ചിട്ട് പറയുന്നത് നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേ, അതും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണോ? അത് നടക്കാൻ സാധ്യതയില്ല, വെറുതെ നമുക്കത് പറയാം. അപ്പൊ അതും എന്താണ്, ഒരു അൺറിയൽ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്ന് പറയുമ്പോൾ അതിന് പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. ഇഫ് യു വർക്ക് യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി ഇല്ല, എന്നാലും വെറുതെ പറയാം, ഒരു അൺറിയൽ ആണ്. ഇനി ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ് എന്ന് പറയുമ്പോഴും ഒരു സാധ്യതയില്ല, അതുകൊണ്ട് അതും എന്താണ്, ഒരു അൺറിയൽ ആണ്. യെസ്. ഇതിനെ തന്നെ വേറെ ഒരു പേരും കൂടി പറയുന്നുണ്ട്,
അതായത് ആദ്യം നമ്മളിപ്പോ ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്ന് പറഞ്ഞില്ലേ, അതിനെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ഇഫ് യു വർക്ക് നമ്മൾ വർക്ക് ചെയ്ത് യു വുഡ് പാസ് എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ എഴുതുന്നതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ. ഇപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ് എന്ന് പറഞ്ഞില്ലേ, അതിനെ പറയുന്ന പേരാണ് തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയുള്ള സെന്റൻസ് ആണ്, ഇത് നടക്കാൻ സംഭവിക്കാം. സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യതയില്ല, വെറുതെ പറയാനുള്ള ഒരു അൺറിയൽ കണ്ടീഷനാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. യെസ്. ഇനി നമുക്ക് വേറൊരു വാചകം ഞാൻ പറയാം. വാചകം ഇതാണ്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇഫ് യു ബോയിൽ BOIL ബോയിൽ വാട്ടർ ബോയിൽ എന്നുള്ളത് മാറ്റിയിട്ട് ഇഫ് യു ഹീറ്റ് നൽകുക, ചൂടാക്കുക, ഹീറ്റ്. ഇഫ് യു ഹീറ്റ് വാട്ടർ it dash. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഇഫ് യു ഹീറ്റ് പ്രസിഡൻസ് ആണ്. നീ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അത് തിളയ്ക്കും. അപ്പൊ നമ്മളിവിടെ പെട്ടെന്ന് നമുക്ക് വിചാരിക്കും ഇഫ് യു ഹീറ്റ് ദ വാട്ടർ ഇറ്റ് വിൽ ബോയിൽ എന്നാണ് പറയേണ്ടത് വിചാരിക്കും. കാരണം എന്താണ്? ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്ന് പറഞ്ഞ പോലെ വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്, ചെറിയ മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും കൂടി നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി ആണ്. സെക്കൻഡും തേർഡും പോസിബിലിറ്റി അല്ല, അൺപെയ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ ഒരു മോഡലാണ് ഇഫ് യു വർക്ക് യു വിൽ പാസ്. അതുപോലെ ഇവിടുത്തെ വാചകം ഇഫ് യു ഹീറ്റ്, വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഹീറ്റ് വാട്ടർ ഇറ്റ് ഡാഷ്, വിൽ ബോയിൽ എന്നല്ല, വെറും ബോയിൽസ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. കറക്റ്റ് അല്ലേ? വെള്ളം ചൂടാക്കിയാൽ എന്ത് ചെയ്യും? അത് തിളയ്ക്കും. അതിപ്പോ സജന ചെയ്താലും അർച്ചന ചെയ്താലും അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. അങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോൾ ബില്ല് ചേർക്കേണ്ടതില്ല. അപ്പൊ പറയുന്ന വാചകം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്നും കൂടി നോക്കിയേക്കണം. ഏതിൻ്റെ അകത്ത്? ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്ന് എഴുതിയ പോലെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ ബില്ല് ചേർക്കേണ്ട, ഇറ്റ് ബോയിൽസ് എഴുതിയാണ്. യെസ്, അത് ജനറൽ ട്രൂത്ത് ആണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരാനുള്ള കാരണം. ഇതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയും കൂടി ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു വാചകം പറയാം, അതൊന്ന് എഴുതി നോക്കിയേ. ഇഫ് wind, WIND, wind blows, 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 leaves, LEAVS, leaves, illegal. Okay. If wind blows, കാറ്റടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇലകൾ അനങ്ങും എന്ന് വേണം. അപ്പോ ഞാൻ ചോദിക്കുന്നത്
ബിൻസിയോടാണ്. ബിൻസി വിൽ മൂവ് എന്ന് വേണോ അല്ലെങ്കിൽ മൂവ് എന്ന് മാത്രം വേണോ? മൂന്ന് മാത്രം മതി. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് വിൽ മൂവ് വരാണ്ടിരിക്കാൻ കാരണം? യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കാറ്റടിച്ചാൽ ഇലകൾ അനങ്ങും. അത് യൂണിവേഴ്സൽ ജനറൽ ട്രൂത്ത് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് വിൽ മൂവ് എന്ന് വേണ്ട, എന്ന് മതി, വെറും മൂവ്. അപ്പൊ ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്നുള്ള ഇത് ഇങ്ങനെ ഒരു സംഗതി കൂടി കിടപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അപ്പൊ ഞാൻ പറഞ്ഞത് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഇത് കൂടാതെ ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സീറോ കണ്ടീഷൻ വേറെ കിടപ്പുണ്ട്. ഇതാണ് ഇഫ് ക്ലോസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയണം. ഓക്കെ, അപ്പൊ ഇഫ് ക്ലോസ് എന്നുള്ളത് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയാണ്. യെസ്, ഇനി നമുക്ക് വേറൊരു സംഗതിയാണ്. ആ സംഗതി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, വെരി ഗുഡ്. Okay, I will ask you some vocabulary. Yes, your answer should start with the letter E. E means elephant. Elephant. Okay, E language. Very simple, very simple. Yes. ചോദ്യം ഇതാണ്, a body part used to hear, H-E-A-R, hear. Oh, കാവ്യ, ദൃശ്യ. ബാക്കിയാരാണ്? കാവ്യയും ദൃശ്യനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ശാന്തിരാജ്, ഫരീദ സജന. ഓക്കെ, അത് കറക്റ്റ്. ഞാൻ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എളുപ്പം പറഞ്ഞതുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A festival connected with X. Srilashmi, Anju, Srilashmi, Anju, Pinarana, Sajna. Sajna, okay. Srilashmi, Sanju, സജന. യെസ്, അപ്പൊ ഇതിനകത്ത് ഇവിടെ പറഞ്ഞു ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി എഗ്. ദ ഫീസ്റ്റ് ഫെസ്റ്റിവൽ കണക്റ്റഡ് വിത്ത് ദി എഗ് ഈസ് ഈസ്റ്റർ. അതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി അറിയാം ആർക്കെങ്കിലും? ആരാണ്? ജോനസ്. അല്ല, അതൊക്കെ സമ്മതിച്ചു. എന്താണ് എന്താ എങ്ങനെയാണത് വന്നതെന്നുള്ള അറിയാം. അതിന് പിന്നെ ഒരു മെസോപ്പൊട്ടേമിയയിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ഉള്ളൂ.
പിന്നീട് അതിന്റെ മുട്ടയുടെ ആകൃതിയിൽ പിന്നെ ചോക്ലേറ്റുകാരെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മിഠായി വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സംഗതിയൊക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹാർഡ്, HARD, ഹാർഡ്. ശ്രീലക്ഷ്മി, ദൃശ്യ, പത്മശ്രീ. ശ്രീലക്ഷ്മി, ദൃശ്യ ആൻഡ് പത്മശ്രീ. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഈസി. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. സജന, ഷജന, അർച്ചന. അതിന്റെ ഇടയ്ക്ക് പിന്നെ ആരാവുന്നത്? സജന, അർച്ചന, വേറെ കൂടെ ഉണ്ടായിരുന്നല്ലേ? സജന, അർച്ചന, ശ്രീലക്ഷ്മി. യെസ്, കറക്റ്റ് ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ് ബിന്ദു സത്യൻ അല്ലേ? ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്, ദാറ്റ് ഈസ് കോൾഡ് ഈവിൾ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് ഫുൾ. നോട്ട് ഫുൾ. കാവ്യ, ഫരീദ. കാവ്യ, ഫരീദ. ഉണ്ടായിട്ടില്ലേ? കാവ്യ, ഫരീദ. ബിന്ദു. 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 ബിന്ദു സത്യൻ. ഓക്കെ. ശാന്തിരാജ്. ഓക്കെ ഓക്കെ ഓക്കെ, ശാന്തിരാജ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് ഫുൾ, ദാറ്റ് ഈസ് എംപ്റ്റി. ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്. EXIT, എക്സിറ്റ്. പത്മശ്രീ. പിന്നെ ആരായിരുന്നു? എല്ലാവരുടെ പേര് അങ്ങനെ കറക്റ്റ് ആദ്യത്തെ കിട്ടുന്നില്ലല്ലോ. പത്മശ്രീ ഞാൻ കണ്ടു. ബാക്കി രണ്ടുപേരും ആരൊക്കെയായിരുന്നു? ശ്രീലക്ഷ്മി, കാവ്യ അല്ലേ? ശ്രീലക്ഷ്മി ആൻഡ് കാവ്യ. കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് എൻഡർ. എക്സിറ്റ്, എൻഡർ. ഇനി അടുത്തത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഡാഷ്. ശ്രീലക്ഷ്മി, ഫരീദ. ശ്രീലക്ഷ്മി, ഫരീദ. then പത്മശ്രീ. യെസ്, അത് തന്നെയാണ് ന്യൂസ് എന്ന് പറയുന്ന വേർഡിന്റെ സ്പെല്ലിംഗ്. നമ്മൾ പറയില്ലേ ന്യൂസ്, വാർത്ത. NEWS. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എല്ലാ സ്ഥലത്തു നിന്നുള്ള ഒരു വാർത്തയാണ് വാർത്ത. എല്ലാ ദിക്കിൽ നിന്ന് വരുന്നത്. യെസ്, അല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല, എല്ലാ ദിക്കിനെയും പരിഗണിക്കുന്നതാണ് ന്യൂസ്. അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കാം. when something is old. when something is old and cannot be eaten, it is dash. പിടികിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാം. when something is old, OLD, and cannot be eaten, it is dash. ഒന്നും കൂടി ശരിയാവാറുണ്ട് സജന. സുധീഷ. സുധീഷ, അഞ്ജു അരവിന്ദ്. ഇവിടെ ആരായിരുന്നു? കറക്റ്റ് ആണ്. സുധീഷ, അഞ്ജു. അഞ്ജു ചാര വന്നിട്ടില്ല അല്ലെ? അർച്ചന വന്നിട്ടുണ്ട്. അഞ്ജു വന്നിട്ടില്ല. അഞ്ജു അരവിന്ദ് അല്ലെ?
ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സാർ. ഉണ്ടായിരുന്നു. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, സജന. ഓക്കെ. അർച്ചന. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പയർ. നമ്മള് എന്ത് സാധനം വാങ്ങുമ്പോഴും അതിന്റെ ഡേറ്റ് നോക്കൂലേ? എക്സ്പയറി നോക്കില്ലേ? അതിന് എക്സ്പയർഡ് ആണ് കറക്റ്റ് വേർഡ്. എക്സിസ്റ്റ് നിലനിൽക്കാണ്. യെസ്. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് ഓഫ് ചീറ്റ്. CHEAP, ചീറ്റ്. CHEAP, ചീറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ്. സജന, ശ്രീലക്ഷ്മി, ഫരീദ. സജന, ശ്രീലക്ഷ്മി ആൻഡ് ഫരീദ. കറക്റ്റ് ആണ്. അത് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞാണ്. വില കുറഞ്ഞതെന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വില കൂടിയ. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പെൻസീവ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. എന്നാണ് ചോദിച്ചേക്കാം. ദ പാർട്ട് ഓഫ് ദ ബോഡി യു സീ വിത്ത്. ശ്രീലക്ഷ്മി, സജന, പത്മശ്രീ. ശ്രീലക്ഷ്മി, സജന and Padmasri. Correct answer. The answer is eyes. ചോദ്യത്തിന്റെ ഘടകമൊന്നും മാറിയിട്ട് ഞാൻ ഇനി കുറച്ച് ഐക്കോണിക് ക്യാരക്ടർ പറയുന്നു. ഈ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയേണ്ടത് അത് ഏത് സിനിമയെന്ന് പറയണം. അതിനകത്ത് ഹിന്ദി ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വാറുണ്ണി എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത് ഏത് സിനിമയിലാണ്? മൃഗയ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ആരാണ്? മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ്. യെസ്. അങ്ങനെ ഐക്കോണിക് ക്യാരക്ടർ ആണ് പറയുന്നത്. നിങ്ങൾ പറയേണ്ടത് ടു വിച്ച് ഫിലിം ഇറ്റ് ഈസ് കണക്റ്റഡ്. ഏത് സിനിമയുമായിട്ടാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് അതാണ് നമ്മൾ പറയേണ്ടത്. യെസ്, സിനിമയുടെ പേരാണ് വേണ്ടത്. യെസ്, ഇത് പറയട്ടെ. ഫസ്റ്റ് വേർഡ് മുക്കാംബോ. MUKAMBO. മുക്കാംബോ ഏത് സിനിമയിലെ കഥാപാത്രമാണെന്ന് പറയുന്നു? മുക്കാംബോ. MUKAMBO. ആദ്യം പറയുന്ന ആളെ ഞാൻ അഭിനന്ദിക്കും. കാരണം അല്ല, ഇംഗ്ലീഷ് ഫിലിം അല്ല. സുധീഷ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്, സുധീഷ, സജന രണ്ടുപേരുള്ളൂ അല്ലെ? യെസ്. സുധീഷ, സജന, അർച്ചന. സുധീഷ, സജന ആൻഡ് അർച്ചന. യെസ്, കറക്റ്റ് ആൻസർ. മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിലെ ശാന്തിരാജൻ. മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രമാണ് കേട്ടോ. യെസ്. അപ്പൊ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയ സ്ഥലത്തൊക്കെ കയറി വരുന്നത് ആരാണ്? സുധീഷയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ് ഒരു പഴയ ഹിന്ദി ഫിലിമാണ്. പറഞ്ഞാണ് ഗബ്ബർ സിംഗ്. ഇപ്പോഴും ആ സിനിമ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുണ്ട് കാണാൻ. ഗബ്ബർ സിംഗ്. സുധീഷ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഷോലെ. ശ്രീലക്ഷ്മി, സുധീഷ, ശ്രീലക്ഷ്മി, സജന. സുധീഷ, ശ്രീലക്ഷ്മി ആൻഡ് സജന. കറക്റ്റ് ആൻസർ ആണ്. ഷോലയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അത്.
അടുത്തത് ഞാൻ സിനിമ കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചെടുത്തോളണ്ട. രാജ കൃഷ്ണപ്പ ബൈറ, BAIRYA, രാജ കൃഷ്ണപ്പ ബൈറ. അർച്ചന, അഞ്ജു, സജന. അർച്ചന, അഞ്ജു അരവിന്ദ്, then സജന. കറക്റ്റ് ആൻസർ ആണ്. ബിന്ദു സത്യനുണ്ട് അല്ലെ? യെസ്, ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. KGF എന്ന സിനിമയുടെ പേര് KGF. യെസ്. അടുത്തത് നിങ്ങൾ കണ്ണടിച്ച് പറയും, എന്നാലും ഞാൻ വെറുതെ ചോദിച്ചേക്കാം. ദേവസേന. സജന, ശ്രീലക്ഷ്മി, ദൃശ്യ. സജന, ശ്രീലക്ഷ്മി, ദൃശ്യ. യെസ്. ഓക്കെ. The name of the film is ബാഹുബലി. യെസ്, എനിക്കറിയാമായിരുന്നു. നിങ്ങൾ പറയുമല്ലോ. അടുത്തത് the iconic character is Circuit. CIRCUIT. എനിക്ക് തോന്നുന്നത് ഇത് മലയാള ഫിലിം അല്ല. സുധീഷ. സുധീഷ. സജ്ജന, ശ്രീലക്ഷ്മി. സുധീഷ, സജ്ജന ആൻഡ് ശ്രീലക്ഷ്മി. സുധീഷ സിനിമ മുഴുവൻ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഒരു സിനിമ വിടാണ്ട് കാണുന്നുണ്ട്. കറക്റ്റ് പേര് സുധീഷിന്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. മുന്നാബായി MBBS. ഇതായിരുന്നു സിനിമയുടെ പേര്, മുന്നാബായി MBBS. അടുത്തത് യെസ്. നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് മഹാവീർ സിംഗ് ഫോഗോട്ട്. മഹാവീർ സിംഗ് ഫോഗോട്ട്. PHOGOT. മഹാവീർ സിംഗ് ഫോഗോട്ട്. സുധീഷ, കറക്റ്റ് ആൻസർ. സുധീഷ, ഫരീദ, അർച്ചന. സുധീഷ, ഫരീദ, അർച്ചന. സജനുണ്ട്. സജനുണ്ട്. യെസ്, പറഞ്ഞോളൂട്ടോ. ഞാൻ പറയുന്ന പേര് വിടേണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. യെസ്, സജന. അപ്പോ കറക്റ്റ് ആൻസർ ആണ് ഡങ്കൽ. DANGA. Next character is Tiger Muthuvel Pandyan. Tiger Muthuvel Pandyan. Farida, Srilakshmi, Anji. Farida, ശ്രീലക്ഷ്മി ആൻഡ് അഞ്ജു അരവിന്ദ് അല്ലെ? യെസ്, കറക്റ്റ് ആണ് ആൻഡ്രിയ. കറക്റ്റ് ആൻസർ. നെയിം ഓഫ് ദി ഫിലിം ഈസ് ജയിലർ. എന്ന് പറഞ്ഞ സിനിമയാണ്. യെസ്, ജയിലർ. യെസ്. അടുത്തതും ഒരു പക്ഷെ നിങ്ങൾ വേഗം പറയൂ. സിമ്പിൾ ആണ്. ചതിയൻ ചന്തു. ചതിയൻ ചന്തു എന്ന കഥാപാത്രം. സജന, ബിന്ദു സത്യൻ, ശ്രീലക്ഷ്മി. സജന, ബിന്ദു സത്യൻ ആൻഡ് ശ്രീലക്ഷ്മി. യെസ്. ചതിക്കാത്ത ചന്തു എന്നൊരു സിനിമയുണ്ട്, പക്ഷെ അതിൻ്റെ അകത്തെ കഥാപാത്രത്തിന്റെ പേര് ചന്തു എന്നല്ല. നമ്മുടെ ചതിയ ചന്തു എന്നറിയപ്പെടുന്നത് നമ്മുടെ ഒരു വടക്കൻ വീരകഥയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ക്യാരക്ടറാണ്. അടുത്തതും നിങ്ങൾ പറയും, കാരണം ഇത് അധികം നാളാവാത്ത സിനിമ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും.
The name of the character is George Kutti. Srilakshmi, Trishya, Padmasri, പിന്നെ ആരായിരുന്നു? ശ്രീലക്ഷ്മി, ദൃശ്യ, പത്മശ്രീ, ബിന്ദു. യെസ്. അപ്പോ അത് ദൃശ്യം 1, 2, 3 ഒക്കെ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. അടുത്തത് ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് റെമോ റാംപ് വാക്ക് മോഡൽ. സജ്ജന, പത്മശ്രീ, ദൃശ്യ. സജ്ജന, പത്മശ്രീ ആൻഡ് ദൃശ്യ. Yes. Okay, Andrea. The answer is Anya. Answer is Anya. Yes. அடுத்தது. Name of the character is Thanos. 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 സുധീഷ. ഞാൻ വിചാരിച്ചു സുധീഷനെ ആദ്യം പറയുള്ളൂ. സുധീഷ, ബിന്ദു സത്യൻ. സുധീഷ, ബിന്ദു സത്യൻ, പിന്നെ ആരാ വന്ന്? സജന. സജന. Yes. That is name of the film is name of the film is Avengers. Avengers. Okay. അടുത്ത പേര് ശ്രദ്ധിച്ചോളെ. Maximus Decimus Meridius. Maximus Decimus Meridius. Meridius. Maximus Decimus Meridius. Oh, Sudhisha. Set. Sudhisha, Farida, Sajana. Sudhisha, Farida, Sajana. Sajana. Yes. Okay. ഞാൻ വിചാരിച്ചു പറയില്ലെന്നാണ് വിചാരിച്ചതല്ല, പറഞ്ഞു. എക്സ് ഗ്ലാഡിയേറ്റർ. നെയിം ഓഫ് ദ ഫിലിം ഈസ് ഗ്ലാഡിയേറ്റർ. അടുത്ത ക്യാരക്ടർ Optimus. OPTIMUS. Optimus Prime. PRIME. Optimus Prime. Okay, Sajana. Sudhisha. Srilakshmi. Sajana. Sudhisha and Srilakshmi. Yes. Correct answer ആണ്. Correct answer ആണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. Yes. The name of the character. ഇത് ഒരു ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തിലും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പേരായിരിക്കും വരിക. സിനിമയുടെ പേരല്ല, ചിലപ്പോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേരായിരിക്കും വരിക കേട്ടോ. എം. എം. ഇത് ഒരു പ്രധാന നടന്റെ എല്ലാ സിനിമകളിലും അത് തന്നെ ആയിരിക്കും പേര്. അത് ഏതാണ് നടന്ന് നോക്കാൻ മതി. എം. മോഹൻലാൽ അല്ല, മമ്മൂട്ടി അല്ല. എം.
ഇംഗ്ലീഷ് സിനിമയാണ് അത്. അയാളുടെ പേര് വെച്ചിട്ടാണ് ആ സിനിമകൾ അറിയപ്പെട്ടു പോണത്. സുധീഷ് അതല്ല. എം. ജയിലാണ് അയാളുടെ പേര് തുടങ്ങുന്നത്. ജെ. ആ ഓക്കെ സജന. സജന, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ. സജന, ശ്രീലക്ഷ്മി ആൻഡ് ബിന്ദു സത്യൻ. ജെയിംസ് ബോണ്ട് മൂവീസിലാണ് ആ പേര് വരുന്നത് കേട്ടോ. ജെയിംസ് ബോണ്ട് മൂവീസ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ പോയിന്റ് നിലവാരം പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കട്ടെ. ഓക്കെ, അപ്പോ മെച്ചപ്പെട്ട പ്രകടനമാണ്. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. സഞ്ജു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശാന്തിരാജ് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദൃശ്യ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. അർച്ചന 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജു അരവിന്ദ് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. പത്മശ്രീ 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. സജനക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് അല്ല കേട്ടോ, സോറി. സജനക്ക് 6 പോയിന്റ് അല്ല. സോറി. 2 സ്ഥലത്ത് ഞാൻ സജന എഴുതി. യെസ്, ഓക്കെ. യെസ്, സജനക്ക് 6 പോയിന്റ് അല്ല. അവിടെ നിൽക്കട്ടെ, സജനയുടെ ലാസ്റ്റ് പറയാം. യെസ്, എല്ലാവരും പറഞ്ഞല്ലോ. ടിക്കറ്റ് ഉണ്ട്. ബിന്ദു സത്യൻ 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുധീഷ 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. യെസ്, അപ്പോ ശ്രീലക്ഷ്മിക്ക് 15 റണ്ണർ അപ്പ് കേട്ടാ. 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സജന, യു ആർ ദ ടോപ്പ്. സജനക്ക് 17 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങള് അടുത്ത LDCയുടെ പരീക്ഷ എഴുതുന്ന മക്കളെ, പരീക്ഷ എഴുതിയിട്ട് ജയിച്ച് കയറി വരണം. ഒരു സാധ്യത കാണുന്നുണ്ട്. യെസ്, ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.